ഗുരുതര കുറ്റകൃത്യങ്ങളിൽ പ്രതിയായി 30 ദിവസത്തിലധികം തടവിൽ കഴിയുന്ന ജനപ്രതിനിധികളെ മന്ത്രിസ്ഥാനങ്ങളിൽ നിന്നോ ഔദ്യോഗിക പദവികളിൽ നിന്നോ നീക്കം ചെയ്യണമെന്നതായിരുന്നു ബില്ലിലെ പ്രധാന വ്യവസ്ഥ. രാഷ്ട്രീയ ശുചിത്വത്തിനായുള്ള നടപടിയെന്നോണമായിരുന്നു കേന്ദ്ര സർക്കാർ ഇത് മുന്നോട്ട് വെച്ചതും. എന്നാൽ ഇപ്പോൾ ഈ നിലപാടിൽ നിന്ന് തെന്നിമാറിക്കൊണ്ടാണ് JPC ബില്ലിൽ പുതിയ മാറ്റം നിർദ്ദേശിച്ചിരിക്കുന്നത്. പദവി തെറിപ്പിക്കുന്നതിന് പകരം സസ്പെൻഷൻ മാത്രം മതി എന്ന ശുപാർശയാണ് JPC മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇതോടെ പ്രതിപക്ഷമടക്കം BJPക്കെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. പുതിയ ശുപാർശ പ്രകാരം കേസ് തീർപ്പാക്കുന്നതുവരെ ബന്ധപ്പെട്ട വ്യക്തിയെ താൽക്കാലികമായി സസ്പെൻഡ് ചെയ്യാം. പിന്നീട് കോടതി കുറ്റവിമുക്തനാക്കിയാൽ സസ്പെൻഷൻ പിൻവലിക്കുകയും പഴയ പദവിയിലേക്ക് തിരിച്ചെത്താൻ അനുവദിക്കുകയും ചെയ്യും. കേസ് അന്തിമമായി തീർപ്പാക്കുന്നതിന് മുൻപ് കർശനമായ പുറത്താക്കൽ നടപടി ഉചിതമല്ലെന്ന നിയമപരമായ വാദമാണ് JPC പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്നത്. എന്നാൽ ഈ മാറ്റം രാഷ്ട്രീയ അധികാരം കൈവശം വയ്ക്കാനുള്ള മറയായി മാറാമെന്നാണ് വിമർശകർ അടക്കം പറയുന്നത്. ഗുരുതരമായ കേസുകളിൽ പ്രതികളായ ജനപ്രതിനിധികൾക്കും ദീർഘകാല രാഷ്ട്രീയ സ്വാധീനം നിലനിർത്താനുള്ള വഴി ഇതിലൂടെ തുറക്കപ്പെടുമെന്നും ആരോപണങ്ങൾ ഉയർന്നു കഴിഞ്ഞു. കഴിഞ്ഞ വർഷമാണ് കേന്ദ്ര സർക്കാർ വിവാദപരമായ 130ാം ഭരണഘടനാ ഭേദഗതി ബിൽ പാർലമെന്റിൽ അവതരിപ്പിച്ചത്. എന്നാൽ പ്രതിപക്ഷ സംസ്ഥാനങ്ങളിലെ പ്രമുഖ നേതാക്കളെയും മുഖ്യമന്ത്രിമാരെയും ലക്ഷ്യം വെച്ചുകൊണ്ട് BJP സർക്കാർ കൊണ്ടുവന്ന രാഷ്ട്രീയ നീക്കമാണിതെന്ന ആരോപണവുമായി പ്രതിപക്ഷം രംഗത്തെത്തിയിരുന്നു. കൂടാതെ മുൻപ് ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ അടക്കമുള്ള പ്രതിപക്ഷ നേതാക്കൾ ജയിലിലായ പശ്ചാത്തലം കൂടി കണക്കിലെടുത്തായിരുന്നു കേന്ദ്രത്തിന്റെ ഈ നീക്കമെന്നും ആരോപണങ്ങൾ ഉയർന്നതാണ്. തുടർന്ന് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ വിവാദങ്ങൾ ഉയർന്നതുകൊണ്ട് തന്നെ കൂടുതൽ ചർച്ചകൾക്കും പരിശോധനകൾക്കുമായി ബിൽ പാർലമെന്റിന്റെ സംയുക്ത സമിതിയായ JPCക്ക് വിടുകയായിരുന്നു. ബില്ലിലെ വിവാദ വ്യവസ്ഥകൾ അതേപടി നിലനിർത്താനായിരുന്നു BJP ഭൂരിപക്ഷമുള്ള JPCയുടെ തീരുമാനം. എന്നാൽ നിലവിലെ രാഷ്ട്രീയ സ്ഥിതിയിൽ ബില്ല് മാറ്റങ്ങൾ കൊണ്ടുവരാതെ നടപ്പാക്കിയാൽ BJPക്ക് തന്നെ തിരിച്ചടിയാവുമെന്ന ചിന്തയാവാം ഒരുപക്ഷെ JPC തീരുമാനം മാറ്റാൻ കാരണമായതെന്ന് വേണം മനസ്സിലാക്കാൻ. പ്രത്യേകിച്ച് അയോധ്യ രാമക്ഷേത്രത്തിലെ ഭണ്ഡാരക്കൊള്ളയടക്കമുള്ള വിഷയങ്ങൾ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ ബില്ലിൽ ഇത്തരമൊരു ഇളവ് നൽകിയില്ലെങ്കിൽ ഒരുപക്ഷെ BJPക്ക് അധികാരമുള്ള പല സംസ്ഥാനങ്ങളും കൈവിട്ടു പോവുമെന്നതിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയുള്ള മാറ്റമാണ് ഈ ശുപാർശയെന്നും വിമർശനം ഉയരുന്നുണ്ട്. മാത്രമല്ല ഇപ്പോൾ JPC നിർദ്ദേശിച്ച സസ്പെൻഷൻ വ്യവസ്ഥ ഭരണകക്ഷിക്കോ സ്വാധീനമുള്ള രാഷ്ട്രീയ നേതാക്കൾക്കോ അധികാരം നിലനിർത്താൻ സഹായകരമാകാമെന്ന ആശങ്കയാണ് പ്രതിപക്ഷമടക്കം ഉന്നയിക്കുന്നത്. അതേസമയം BJPയും കേന്ദ്ര സർക്കാരും ഈ ശുപാർശയെ നീതിപൂർണ നടപടിക്രമത്തിനും ഭരണഘടനാപരമായ അവകാശങ്ങൾക്കും പ്രാധാന്യം നൽകുന്ന നടപടിയായി അവതരിപ്പിക്കുമെന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. അപ്പോഴും കുറ്റാരോപണങ്ങൾ നേരിടുന്ന നേതാക്കളെ പൂർണ്ണമായും ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിവാക്കാതെ അധികാരത്തിൽ തുടരാൻ അനുവദിക്കുന്ന സമീപനമാണ് ഇതിലൂടെ ശക്തിപ്പെടുന്നത്. അധികാരം നഷ്ടപ്പെടാതിരിക്കാൻ ഏതറ്റം വരെയും BJP അടക്കി വാഴുന്ന കേന്ദ്ര സർക്കാർ പോവുമെന്നതിന്റെ മറ്റൊരു തെളിവായി തന്നെ ഈ ശുപാർശയെ കണക്കാക്കാം. എന്തായാലും ഇതോടെ 130ാം ഭരണഘടനാ ഭേദഗതി ബിൽ വീണ്ടും രാഷ്ട്രീയ ഏറ്റുമുട്ടലിന്റെ കേന്ദ്ര ബിന്ദുവായി മാറിയിരിക്കുകയാണ്. ഇനി അറിയാനുള്ളത് ആർക്കൊക്കെയാണ് BJP ഇതിലൂടെ ആനുകൂല്യങ്ങൾ നൽകാൻ ഉദ്ദേശിക്കുന്നതെന്ന് മാത്രമാണ്. പോകെ പോകെ അക്കാര്യത്തിൽ വ്യക്തത വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം.